കടലായി മാറുകയാണ്. ഒരു കടലായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നോക്കൂ ദിലീപ്, ഇതൊരു കടലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കടലിന്റെ ഒരു ഇരമ്പം കേൾക്കാം. നേരത്തെ മുതൽ തന്നെ വൻ ജനക്കൂട്ടം ഇവിടെ കാത്തിരിക്കും. കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ ഒരു വിദ്യാർത്ഥി ജനത തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ്. ജനഹൃദയങ്ങളിൽ ആളിപ്പടരുകയാണ്. ആളിപ്പടരുകയാണ്. ഒരു കാട്ടുതീ പോലെ VS ആളിപ്പടരുകയാണ്. സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ എത്രയോ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ കാണാൻ വേണ്ടി VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യര്. കയ്യില റോസാപ്പൂവുണ്ട്, ചങ്കിലെ റോസാപ്പൂക്കളുണ്ട്. വേണ്ടി കാത്തിരിക്കുന്ന കേരളമാണ്. ഉള്ളുപെടയുന്ന മനുഷ്യരാണ്. VS ഇല്ലാത്തൊരു കേരളത്തെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെയും തോളിലേറ്റി വന്നിരിക്കുന്നവർ. VSനെ കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു നല്ല കഥ നമ്മൾ പറഞ്ഞിട്ടില്ലേ? കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കഥയുണ്ട്, VSന്റെ കഥയാണ്. അതൊക്കെ ഉയർത്തിപ്പിടിച്ച ചെങ്കുടിയുമായിട്ട് VSന്റെ മുദ്രാവാക്യം മുദ്രാവാക്യം ഉയർത്തി വോളണ്ടിയർമാരടക്കം ഈ കാര്യവട്ടത്തെ ഈ വീതിയിലുടനീളം നിൽക്കുന്ന മനുഷ്യര്, ചെറുപ്പക്കാര്, DYFI പ്രവർത്തകര്, വഴിവക്കിലുടനീളം കാത്തു നിൽക്കുന്നവർ. ഇനി പോകേണ്ടത് കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിലേക്കാണ്. കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ കാര്യവട്ടത്തെ ഈ വലിയ തിരക്ക് പ്രേക്ഷകർ കാണുന്നു. ഈ തിരക്ക് എപ്പോൾ അവസാനിക്കും, എന്നവസാനിക്കും എന്നൊരു നിശ്ചയവുമില്ലാത്ത വിധം ആളുകൾ തിങ്ങിക്കൂടി നിൽപ്പാണ്. ചെറുപ്പക്കാർ, സ്ത്രീ, മനുഷ്യര്, വനിതകളിൽപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അരികുവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട മനുഷ്യര് ഒരിക്കൽ കൂടി VSനെ കാണാനായിട്ട് എത്തിച്ചേരുകയാണ്. ആ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. വലിയ ഒരു ജനസമൂഹം VSന് അന്ത്യയാത്രാമൂലം നൽകാനായിട്ട് എല്ലാം പാർട്ടി പറയും എന്ന് തീരുമാനിക്കുന്ന അച്ചടക്കത്തിനുള്ളിൽ ജീവിച്ച ഒരു പാർട്ടി നേതാവ് കൂടിയാണ്. കലഹങ്ങൾ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ആ പാർട്ടി വിട്ടൊരിക്കലും VS പോയിട്ടില്ല. VSനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തുമ്പോഴും VS ഒരു രാഷ്ട്രീയ ശരിയായിരുന്നുവെന്ന് രാഷ്ട്രീയ ചരിത്രം പറയും. VSലെ പോരാട്ട വീര്യം നമ്മൾ അളക്കുമ്പോൾ VS ശാരീരിക ശേഷി നിലനിർത്താൻ VS കാണിച്ചിട്ടുള്ള ഒരു ശ്രദ്ധ അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ യോഗയെല്ലാം കഴിഞ്ഞാൽ വലിയ സംഘടനാ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലത്തായിരിക്കും ഒരു ടെൻഷനുമില്ലാതെ VS ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിച്ച്, ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിച്ച് VS മുന്നോട്ട് പോയത്. അപ്പോൾ VSന്റെ പോരാട്ടം എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നു. VS ഒരുപാട് നീളെ പോരാട്ടം ലക്ഷ്യം വെച്ച് തന്നെ മുന്നോട്ട് പോയ വ്യക്തിത്വം തന്നെയാണ്. VSന്റെ വലിയ പോരാട്ടങ്ങൾ തുടങ്ങുന്നത് അദ്ദേഹം വിശ്രമകാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലത്താണ് VSന്റെ ഒരു വലിയ പോരാട്ടം തുടങ്ങുന്നത്. സാധാരണ മനുഷ്യൻ വിശ്രമിക്കാനെടുക്കുന്ന ഒരു കാലത്ത് VS വലിയ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. പതികെട്ടാൻ മലയിലേക്ക് കയറുന്നു, പൂയംകുട്ടിയിലേക്ക് പോകുന്നു, വലിയ പോരാട്ടങ്ങൾ നയിക്കുന്നു. അതായിരുന്നു VSുമായിട്ടുള്ള വാഹനവ്യൂഹം ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലേക്ക് എത്തുകയാണ്. ഇനി കാര്യവട്ടം ക്യാമ്പസ് കഴിഞ്ഞാൽ പിന്നീട് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം പിന്നിട്ടാൽ കണിയാപുരത്തേക്ക് എത്തണം. വെട്ടുറോഡുണ്ട്. ഓരോ ഇടങ്ങളിലും പാർട്ടി സഖാക്കളും യുവജനതയും VSന് പ്രവർത്തകർ നൽകുന്ന സ്നേഹാദരം മുദ്രാവാക്യങ്ങളായി, കവിതകളായി VSനെ സ്നേഹിക്കുന്നത്